ഡിയർ ഫ്രണ്ട്സ്, മഴ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി ഒരു യാത്ര നടത്തി. തമിഴ്നാട് കേരള അതിർത്തിയായ പനച്ചുമൂട് എന്ന ഭാഗത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് ഞാൻ യാത്ര ചെയ്തു. എൻ്റെ ബന്ധുക്കളായും സുഹൃത്തുക്കളായും ധാരാളം പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ ഒരു കസിൻ പയ്യൻ ഈ ഭാഗത്താണ് താമസിക്കുന്നത്. അയാൾ എന്നോട് ചോദിച്ചു, ഒരു ട്രക്കിംഗ് കൊണ്ട് വരുന്നോ? ഞാൻ അതിലങ്ങ് വീണു. രാവിലെ തന്നെ ബുള്ളറ്റും എടുത്ത് നേരെ വെച്ചു പിടിച്ചു ഓൻ്റെ വീട്ടിലേക്ക്. രാവിലെ തന്നെ യാത്രയും ആരംഭിച്ചു. വെയിലേറ്റ് പൊഴിഞ്ഞു വീണ ഇലകൾ കാരണം പാറകളിലൂടെ സഞ്ചരിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഇടങ്ങൾ, മനോഹരമായ ലാൻഡ്സ്കേപ്പ് ദൃശ്യങ്ങൾ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. പാറകളിലൂടെ ചാടിക്കളിച്ചു നടക്കുന്നത് വളരെ റിസ്ക്കാണ്. പാറവിടവുകൾ ചതിക്കെണിയൊരുക്കി കാത്തിരിപ്പുണ്ട്. മല കയറി ഓരോ വളവുകൾ, തിരിവുകൾ, ഉയരങ്ങൾ കഴിയുന്തോറും കാഴ്ചകളുടെ പറുദീസ തന്നെ തുറക്കപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ എല്ലാ ഇടങ്ങളിലും കാഴ്ചകൾ ഉണ്ട്. കാണാൻ കണ്ണുണ്ടായിരിക്കണം എന്ന് മാത്രം. യാത്രയിലെ പല ഇടങ്ങളിലും റബ്ബർ എസ്റ്റേറ്റ് ആയാലും അല്ലെങ്കിൽ അതൊന്നും പരിപാലിക്കാതെ കാട് കയറി കിടക്കുകയാണ്. കാഴ്ചകളിലെ ദൂരങ്ങളിലെ ഓരോ നിർമ്മിതികളിലെയും അല്ലെങ്കിൽ മലകളുടെയും കഥകൾ കസിൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. നടവഴികൾ അപകടകരമായ മൃഗങ്ങൾ ഇല്ല എങ്കിലും ഈ വഴിയിലൊക്കെ പാമ്പും കുരങ്ങും ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. ഒപ്പം വന്നയാളിൻ്റെ പ്രായം എൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. എങ്കിലും അയാളുടെ ഉത്സാഹവും ആവേശവും എന്നിലേക്ക് സന്നിവേശിച്ചപ്പോൾ ഞാനും ഭ്രാന്ത് കയറി ഉയരങ്ങൾ കീഴടക്കാൻ ആരംഭിച്ചു. ഏകദേശം 1-2 മണിക്കൂർ നേരം രണ്ടാളും കൂടി കണ്ണിൽ കണ്ട വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഓരോ ഇടങ്ങളും കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ എൻ്റെ സ്വന്തം ഇടം ആണെന്നൊരു തോന്നൽ പൊന്തി വരും. ഇതൊരു അസുഖമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തോ ഇത്തരം കാഴ്ചകൾ കൺമുന്നിലില്ലെങ്കിൽ ഞാനില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഭൂമി ദേവി തന്നെയാണ്. കാരണം ഒരു സ്ത്രീയുടെ സ്ത്രൈണതയുടെ എല്ലാ ഭാവങ്ങളും പ്രകൃതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സത്യമാണ് ഞാൻ പറയുന്നത്. ഒരു ആസ്വാദകനെന്ന നിലയിൽ എന്നെ ഭ്രാന്തനാക്കാൻ ഈ പ്രകൃതിയുടെ വികൃതികൾ മാത്രം മതി. മലയിറങ്ങിയ ശേഷം ആയിരുന്നു ശരിക്കും ഭ്രാന്ത് ആരംഭിച്ചത്. പല കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആയിരക്കണക്കിന് ഏക്കർ പ്ലാന്റേഷനിൽ അനുമതി വാങ്ങി പ്രവേശിക്കുകയും അതിനുള്ളിലൂടെ എൻ്റെ കുഞ്ഞൂട്ടൻ എന്ന ബുള്ളറ്റിനെ ഓടിക്കാനും ആരംഭിച്ചത്. കൃത്യമായ ധാരണയില്ലാതെ, വഴിയറിയാതെ ഉള്ള യാത്രകൾ. ഉയരങ്ങൾ എല്ലാം എൻ്റേത് എന്ന് കീഴടക്കാനുള്ളത് എന്ന് മാത്രം ഒറ്റ മനോവ്യാപാരം ഉള്ളത് കൊണ്ടാകാം യാത്രയുടെ ഓരോ നിമിഷങ്ങളിലും ഞാൻ ഭ്രാന്തിലാണ്, ഉന്മാദത്തിലാണ്. എനിക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയേക്കാൾ മനോഹരമായതൊന്നും ഭൂമുഖത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വണ്ടി നിറയെ ഇന്ധനവും വയറിലൊരുത്തിരി ഭക്ഷണവും കൊണ്ടുവയ്ക്കാൻ ഒരു സീറ്റും കിട്ടിയാൽ ഞാൻ വളരെ ഹാപ്പി. ചങ്ങാതിമാരെ, നിങ്ങൾക്കറിയുമോ, ഈ ലോകം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവിടെ വലിയവനും ചെറിയവനുമില്ല ബ്രോ. കുറേ ജീവനുകളും ജീവിതങ്ങളും മാത്രമേ ഉള്ളൂ. യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. താങ്ക് യു.